മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നത് അതിമഹത്തായ ഒരു സേവനമാകുന്നു. താല്പര്യമുണ്ടെങ്കിൽ തന്നെ പലർക്കും വേദനയിൽ കൂടി കടന്നു പോകുന്ന ഒരാളെ ആശ്വസിപ്പിക്കുവാൻ അറിയില്ല. അങ്ങനെ വരുമ്പോൾ ആശ്വസിപ്പിക്കുവാൻ എന്ന് ചിന്തിച്ച് പറയുന്ന വാക്കുകൾ ഈ വേദന അനുഭവിക്കുന്നവരുടെ തന്നെ വേദന വർദ്ധിപ്പിക്കുക മാത്രമാകുന്നു ചെയ്യുന്നത്. ഇയ്യോബിനെ ആശ്വസിപ്പിക്കുവാൻ വന്ന സ്നേഹിതരെ കൊണ്ട് പൊറുതിമുട്ടി അവൻ അവരെ വിളിച്ചത് നിങ്ങൾ വേദനിപ്പിക്കുന്ന ആശ്വാസകർ എന്നത്രേ. എന്തൊരു വൈരുദ്ധ്യമില്ലേ? നമുക്ക് ആ ഭാഗം തന്നെ ഒന്ന് ചിന്തിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. എടുത്താട്ടെ, ഇയ്യോബിൻ്റെ പുസ്തകം 16-ാം അധ്യായം. ചിന്തിക്കാവുന്നതിനപ്പുറം വേദനകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഇയ്യോബിനെ ആശ്വസിപ്പിക്കുവാൻ വന്ന അവൻ്റെ 3 സ്നേഹിതർ അവനെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു. അവൻ്റെ കഷ്ടങ്ങൾക്കൊക്കെ കാരണം ഇയ്യോബിൻ്റെ തന്നെ പാപമാകുന്നു എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. അത് ഉറക്കെ പ്രഖ്യാപിച്ചു. എലീഫസിൻ്റെ 2ാമത്തെ സംവാദത്തിന് ഇയ്യോബ് മറുപടി നൽകുമ്പോൾ അവൻ അവൻ്റെ സ്നേഹിതന്മാരെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ എന്ന് വിളിച്ചു. ഒരു നല്ല ആശ്വാസകനാകേണ്ടത് എങ്ങനെ എന്ന് തെളിയിക്കുന്നതാണ് ഇയ്യോബിൻ്റെ വാക്കുകൾ. 1, സംസാരിക്കേണ്ടതിനായി മാത്രം സംസാരിക്കരുത്. 2, സമയോചിതമായ ഉത്തരങ്ങൾ നൽകി വിസ്തരിച്ച് പറയരുത്. ചിലർ പ്രസംഗം തുടങ്ങിയാൽ കേൾക്കുന്നവൻ്റെ വേദന കൂടുകയല്ലാതെ കുറയുന്നില്ല. 3, നാം ആരോട് പറയുന്നുവോ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ ചെയ്യരുത്. 4, നിങ്ങളെ തന്നെ വേദനിക്കുന്നവൻ്റെ സ്ഥാനത്തിട്ട് ചിന്തിച്ച് സംസാരിക്കുക. 5, സഹായവും പ്രചോദനവും നൽകുക. വളരെയേറെ ആശ്വാസം ആവശ്യമായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇയ്യോബിൻ്റെ അഭിപ്രായങ്ങൾ ഒന്ന് പ്രാവർത്തികമാക്കി നോക്കുക. വ്യക്തിപരമായ കഷ്ടപ്പാടുകളെക്കുറിച്ച് അറിയാവുന്നവരാണ് ഏറ്റവും നല്ല ആശ്വാസകന്മാർ. 16-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വരെ നാം കണ്ടതായിരുന്നു. ഇയ്യോബ് എലീഫസിന് മറുപടി നൽകുന്നു. എലീഫസിൻ്റെ സംസാരം വ്യർത്ഥ വാക്കുകൾ മാത്രമാണെന്ന് ഇയ്യോബ് തുറന്നടിക്കും. ഇപ്പോൾ ഒരു വാഗ്വാദത്തിൻ്റെ മട്ടാണ് മൊത്തത്തിൽ. ഇനിയും 16-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതൽ നമുക്കിന്ന് നോക്കാം. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളെപ്പോലെ ഞാനും സംസാരിക്കാം. എനിക്കുള്ള അനുഭവം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ എനിക്കും നിങ്ങളുടെ നേരെ മൊഴികളെ യോജിപ്പിക്കുകയും നിങ്ങളെക്കുറിച്ച് തലകുലുക്കുകയും ചെയ്യാമായിരുന്നു. ഇവിടെ ഇയ്യോബ് പറയുന്നത് വളരെ വാസ്തവമാണല്ലേ? അവരുടെ അവസ്ഥ ഇയ്യോബിൻ്റേതുപോലെ ആയിരുന്നെങ്കിൽ അവനും ഒരു ചെറിയ പ്രസംഗം പ്രസംഗിക്കാമായിരുന്നു എന്നത്രേ അവൻ പറയുന്നത്. നാം സാധാരണ ഇങ്ങനെ പറയാറുണ്ടല്ലോ, എൻ്റെ അവസ്ഥയിലായിരുന്നെങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്നേനെമെന്ന്. അതെ, അവരെ കുറ്റം വിധിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം. ഇതുപോലുള്ള കാര്യത്തിൽ പൗലോസ് വളരെ ശ്രദ്ധയുള്ളവനായിരുന്നു. അങ്ങനൊരു ചിന്തയെ ശരിയാംവണ്ണം കൈകാര്യം ചെയ്യുവാൻ അവൻ വിശ്വാസികൾക്ക് എഴുതിയത് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഈ പറഞ്ഞതുപോലുള്ള ഒരു വ്യക്തിയുമായി തർക്കിക്കുവാൻ പോകരുത്. അവനോട് പ്രസംഗിക്കുകയും അരുത്. അവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുക. തൻ്റെ സ്വന്തമായവരുടെ കാൽ കഴുകിയതുവഴി നമ്മുടെ കർത്താവ് ഈ വലിയ പ്രമാണം നമുക്ക് പ്രാവർത്തികമാക്കി കാണിച്ചു തന്നു. അവൻ ഇന്നും അതുതന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളും ഞാനും നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന് 9-ാം വാക്യം. അവൻ ഇന്ന് കാലുകൾ കഴുകുന്നു. അതായത് അവൻ ഇന്നും തനിക്ക് സ്വന്തമായവരെ ശുദ്ധീകരിക്കുന്നു. എന്നാൽ അവൻ നമുക്കൊരു മാതൃക കൂടി കാണിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ ആരുടെയെങ്കിലും കാലുകൾ കഴുകുവാൻ പോകുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അയാൾക്ക് മുകളിൽ വയ്ക്കുവാൻ സാധ്യമല്ല. മുകളിൽ നിന്ന് അയാളെ താഴേക്ക് നോക്കുവാൻ സാധ്യമല്ല. അവന് നേരെ വിരൽ ചൂണ്ടി അവനോട് പ്രസംഗിക്കുവാൻ കഴിയുമായിരുന്നില്ല. നിങ്ങൾ മുട്ടുമടക്കി ഒരു ദാസന്റെ സ്ഥാനം സ്വീകരിച്ച് കാൽ കഴുകണം. തലയ്ക്ക് മുകളിൽ നിന്ന് വെള്ളമൊഴിച്ചാൽ തലയിലല്ലേ വീഴൂ? അതല്ല കാൽ കഴുകൽ. ഒരു വ്യക്തിയോട് തർക്കിക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണത്.
ഈ സ്നേഹിതർ ഈ പറഞ്ഞ വിധത്തിൽ ഇയ്യോബിൻ്റെ അടുത്തേക്ക് വന്നില്ല എന്നത് മോശമായിപ്പോയി. അവർ അവനോട് പ്രസംഗിക്കുവാനാണ് കൂടുതൽ ശ്രമിച്ചത്. അത് മനസ്സിലാക്കി ഇയ്യോബ് അവരോട് പറയുന്നത്, അവൻ അവരുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ അവനും അതുതന്നെ ചെയ്യുമായിരുന്നു എന്നാണ്. അവർക്ക് നേരെ തലകുലുക്കിയിട്ട് വാക്കുകൾ കൊണ്ട് പ്രഹരിക്കാമായിരുന്നു. 16-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, ഞാൻ വായ് കൊണ്ട് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും അതര സ്വാന്തനം കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇയ്യോബ് പറയുന്നത് അവൻ വ്യത്യസ്തമായ ഒരു വിധത്തിൽ അവരെ സമീപിക്കുമെന്നായിരുന്നു. അവൻ പറയുന്നു അവന് അവരെ ധൈര്യപ്പെടുത്തും എന്ന്, അവരെ ആശ്വസിപ്പിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു എന്ന്, അവരുടെ കാൽ കഴുകുവാൻ അവൻ ആഗ്രഹിക്കുന്നു പോലും. അതായത് അവരെ കൂട്ടായ്മയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തണമെന്ന്. അവർ അവനോട് ചെയ്യേണ്ടിയിരുന്നത് വാസ്തവത്തിൽ അതായിരുന്നു. അത് അവർ മറന്നു. അവർ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ അവർ വിട്ടുകളഞ്ഞു. 16-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ സംസാരിച്ചാലും എൻ്റെ വേദന ശമിക്കുന്നില്ല, ഞാൻ അടങ്ങിയിരുന്നാലും എനിക്കെന്ത് ആശ്വാസമുള്ളൂ. ഇയ്യോബിനെ ആരും സഹായിക്കുന്നില്ല പോലും. 7-8 വാക്യങ്ങൾ, ഇപ്പോഴോ അവൻ എന്നെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു, നീ എൻ്റെ ബന്ധുവർഗത്തെയൊക്കെയും ശൂന്യമാക്കിയിരിക്കുന്നു, നീ എന്നെ പിടിച്ചിരിക്കുന്നു, അത് എൻ്റെ നേരെ സാക്ഷ്യമായിരിക്കുന്നു. എൻ്റെ മെലിച്ചൽ എനിക്ക് വിരോധമായി എഴുന്നേറ്റ് എൻ്റെ മുഖത്ത് നോക്കി സാക്ഷ്യം പറയുന്നു. ഇയ്യോബ് പറയുന്നത്, നീ എന്നെ ഒരു വൃദ്ധനാക്കിയിരിക്കുന്നു, എന്നെ ആകെ ജരാനരകൾ ബാധിച്ചു കഴിഞ്ഞു. 9 മുതലുള്ള വാക്യങ്ങളിൽ, അവൻ കോപത്തിൽ എന്നെ കീറി ഉപദ്രവിക്കുന്നു, അവൻ എൻ്റെ നേരെ പല്ല് കടിക്കുന്നു, ശത്രു എൻ്റെ നേരെ കണ്ണു കൂർപ്പിക്കുന്നു, അവർ എൻ്റെ നേരെ വായു പിളർക്കുന്നു, നിന്നയോടെ അവർ എൻ്റെ ചെകിട്ടത്തടിക്കുന്നു, അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടുന്നു. ദൈവം എന്നെ അഭക്തൻ്റെ പക്കൽ ഏൽപ്പിക്കുന്നു, ദുഷ്ടന്മാരുടെ കയ്യിൽ എന്നെ അകപ്പെടുത്തുന്നു. ഇവിടെ ഈ മനുഷ്യർ അഭക്തരെ പോലെയാകുന്നു. അവർ ഇയ്യോബിൻ്റെ സ്നേഹിതർ പോലെ ആയിരിക്കേണ്ടതാണ്. എന്നാൽ അവർ ഒരു ശത്രുവിനോടെന്ന പോലെയാണ് ഇയ്യോബിനെ കണ്ടതും അവനോട് ഇടപെട്ടതും. പല രക്ഷിക്കപ്പെടാത്ത ആളുകളെക്കാളും മോശമായും ഹീനമായും ഇടപെടുന്ന വിശ്വാസികളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു വിശ്വാസി മോശമാകുന്നതിനേക്കാൾ മോശമാകാവുന്ന മറ്റൊന്നില്ല. മനസ്സിലായല്ലോ? ഒരു വിശ്വാസി മോശമായാൽ അത് ഭയാനകമായിരിക്കും. അങ്ങനെ ഇയ്യോബ് തൻ്റെ സ്നേഹിതരെ അഭക്തരുടെ കൂട്ടത്തിൽപ്പെടുത്തുന്നു. അവർ ചിന്തിക്കുന്നത് അവർ ദൈവത്തിനു വേണ്ടിയാണ് വാദിക്കുന്നതെന്ന്. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിനാൽ അവർ അവരുടെ ആരോപണങ്ങളിൽ ഇയ്യോബിനോട് മര്യാദയില്ലാതെയും മൃഗീയമായുമാകുന്നു ഇടപെടുന്നത്. 12-ാം വാക്യത്തിൽ, ഞാൻ സ്വൈര്യമായി വസിച്ചിരുന്നു, അവനോ എന്നെ ചതച്ചു കളഞ്ഞു, അവൻ എന്നെ പിടരിക്ക് പിടിച്ച് തകർത്ത് കളഞ്ഞു, എന്നെ തനിക്ക് ലാക്കാക്കി നിർത്തിയിരിക്കുന്നു. ഇത് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ദൈവം അനുവദിച്ചതാണെന്ന് ഇയ്യോബ് മനസ്സിലാക്കി. ഇയ്യോബ് ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചോ? അവൻ എന്നെ പിടരിക്ക് പിടിച്ച് തകർത്ത് കളഞ്ഞു എന്ന്. നായ് മുയലിനെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ മുയലിനെ പിടരിക്ക് പിടിച്ച് ഒരു കുടച്ചിൽ കൊടുക്കും. അവൻ എങ്ങനെ അതിനെ കുടയും? ഇയ്യോബും അത് കണ്ടിരിക്കാം. ഇയ്യോബ് പറയുന്നത് തന്നെ ദൈവം കുടയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെയാകുന്നു എന്നത്രേ. ദൈവം ചിലപ്പോൾ അങ്ങനെ ചെയ്യും സുഹൃത്തെ, പിടിച്ചു കുടയുന്ന അനുഭവം. 13-ാം വാക്യത്തിൽ, അവൻ്റെ അസ്ത്രങ്ങൾ എൻ്റെ ചുറ്റും വീഴുന്നു, അവൻ ആദരിക്കാതെ എൻ്റെ അന്തർഭാഗങ്ങളെ പിളർക്കുന്നു, എൻ്റെ പിത്തത്തെ നിലത്ത് ഒഴിച്ചു കളയുന്നു. പിത്തകോശത്തിൻ്റെ കയ്പിനെക്കുറിച്ച് ഓർത്ത് അവൻ പറയുന്നത് തൻ്റെ കയ്പ് തന്നിൽ നിന്നും ഒഴിച്ചു കളഞ്ഞു എന്നാണ്. 14-ാം വാക്യം, അവൻ എന്നെ ഇടിച്ചിടിച്ച് തകർക്കുന്നു, മല്ലനെ പോലെ എൻ്റെ നേരെ പായുന്നു. ഇയ്യോബ് പറയുന്നത് ദൈവം അവൻ്റെ മേൽ കൂടി ഒരു മല്ലനെ പോലെ നടക്കുന്നു എന്നത്രേ. അവനെ ദൈവം ഒരു ചവിട്ടുമെത്തയാക്കി എന്നാണ് ഇയ്യോബിന് തോന്നുന്നത്. ഇയ്യോബ് ഇവിടെ നൽകുന്നതിനേക്കാൾ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുക പ്രയാസമാണ്. തൻ്റെ അവസ്ഥയെ എങ്ങനെയൊക്കെ വിവരിക്കാമോ അങ്ങനെയൊക്കെ ഇയ്യോബ് ചെയ്യുന്നു. ഇതിലെ ഭാഷ അതിമനോഹരമാണ്. വിവരണങ്ങൾ ആശ്ചര്യകരമാകും. പലവട്ടം ഇത് വായിക്കുവാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയുടെ മഹാത്മ്യം ഒന്ന് വേറെ തന്നെയാണ്. 15-16 വാക്യങ്ങളിൽ, ഞാൻ രട്ട് എൻ്റെ ത്വക്കിന്മേൽ കൂട്ടിത്തുന്നി, എൻ്റെ കൊമ്പിനെ പൊടിയിലിട്ടിരിക്കുന്നു, കരഞ്ഞ് കരഞ്ഞ് എൻ്റെ മുഖം ചുവന്നിരിക്കുന്നു, എൻ്റെ കണ്ണിന്മേൽ അന്ധതമസ് കിടക്കുന്നു. ഈ ഭാഗമൊക്കെ വാസ്തവത്തിൽ ഹൃദയഭേദകം തന്നെയാണില്ലേ? അവൻ മരണത്തോട് എത്ര അടുത്താകുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൻ അതിനായി ആഗ്രഹിച്ചു, എന്നിട്ടും അവനത് നിഷേധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സമയം അത്രയും അവൻ മരണത്തിൻ്റെ പടിവാതിൽക്കൽ നിന്നു. ഏത് സമയവും താൻ മരിക്കുമെന്ന്
അവന് തോന്നി. അവൻ ഒരു രോഗിയായ മനുഷ്യനായിരുന്നു, വളരെ വലിയ രോഗി. കരഞ്ഞ് കരഞ്ഞ് അവൻ്റെ മുഖം തന്നെ ചുവന്നു. 17 വാക്യത്തിൽ, എങ്കിലും സാഹസം എൻ്റെ കൈകളിലില്ല, എൻ്റെ പ്രാർത്ഥന നിർമ്മലമത്രേ. ഇവിടെ ഇതാ ഇയ്യോബിൻ്റെ ഹൃദയത്തിലും ജീവിതത്തിലും പൊങ്ങി വരുന്ന കാര്യം നാം വീണ്ടും കാണുന്നു. അതിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അവൻ സ്വയം വിധിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് ഇയ്യോബിനെ നയിക്കുവാൻ അവൻ്റെ സ്നേഹിതർക്ക് കഴിഞ്ഞില്ല. മറിച്ച് അവർ വാസ്തവത്തിൽ സ്വയരക്ഷയ്ക്ക് ഇയ്യോബ് ശ്രമിക്കുന്ന ഒരു സ്ഥാനത്തേക്കാണ് അവനെ നയിച്ചത്. അവൻ എതിർത്തു നിൽക്കുന്ന ഒരു സ്ഥാനത്തേക്ക് അവർ അവനെ ആക്കി. ഇയ്യോബ് തന്നെ തന്നെ സംരക്ഷിക്കുന്നതിന് തുടങ്ങിയ നിമിഷത്തിൽ അവൻ ദൈവത്തെ പ്രയോജനമില്ലാത്ത ഒരുവനാക്കി. ദൈവത്തെ ന്യായീകരിക്കുന്നതിന് പകരം ഇയ്യോബ് തന്നെ തന്നെ ന്യായീകരിച്ചു. ഇവിടെ നാം കാണുന്ന പ്രശ്നം, ഇയ്യോബിൻ്റെ സ്നേഹിതർ ഇയ്യോബിനെ കുറ്റം വിധിച്ച് വാസ്തവത്തിൽ അവർ ഇയ്യോബ് സ്വയം കുറ്റം വിധിക്കുന്ന സ്ഥിതിയിലേക്ക് അവനെ നടത്തുകയായിരുന്നു ചെയ്യേണ്ടത്. അവരുടെ സമീപനം വളരെ തെറ്റായിരുന്നു. ഈ സ്വയരക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നത് വളരെയേറെ ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഒരു വ്യക്തി തന്നെ തന്നെ സംരക്ഷിക്കുവാൻ തുടങ്ങുന്ന നിമിഷം അവനെ തന്നെ യോഹന്നാൻ പറഞ്ഞതായ സ്ഥാനത്താക്കുകയാണ്. 1 യോഹന്നാൻ 1:8-10 വാക്യങ്ങളിൽ, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവൻ്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. അത് ദൈവത്തെ കള്ളനാക്കുകയാണ്. ദൈവം കുറ്റക്കാരനെന്ന് ആരോപിക്കുന്ന ഒരു സ്ഥാനത്ത് അവനെ കൊണ്ടെത്തിക്കുന്നു. ദൈവത്തെ ന്യായാധിപൻ എന്നുള്ള സ്ഥാനത്ത് നിന്നും ഇറക്കി ന്യായം വിധിക്കപ്പെടുന്ന കുറ്റവാളിയുടെ സ്ഥാനത്ത് കൊണ്ടുവന്ന് വിസ്തരിക്കുന്നു. ഒരു വ്യക്തി ദൈവത്തിനെതിരായി അങ്ങനെ ഒരു ആരോപണം കൊണ്ടുവരുന്നു. ദൈവത്തെ വിധിക്കുവാനിരിക്കുന്ന അനേകം ആളുകളുണ്ട്. അതത്ര ഇയ്യോബ് ഇവിടെ വാസ്തവത്തിൽ ചെയ്യുന്നത്. എൻ്റെ ഭാഗത്തെ ഏതെങ്കിലും അന്യായം കൊണ്ടല്ല ഞാനിത് അനുഭവിക്കുന്നത് എന്നുള്ള ന്യായീകരണം കൊണ്ട് ഇയ്യോബ് ദൈവത്തെ കുറ്റപ്പെടുത്തുന്നു. അത് ഇയ്യോബ് പറയുന്ന നിമിഷം അവൻ വാസ്തവത്തിൽ സമ്മതിക്കുന്നത് ഇതെനിക്ക് സംഭവിക്കുവാൻ അനുവദിച്ച ദൈവം തെറ്റുകാരനാകുന്നു എന്നത്രേ. ഇയ്യോബ് പറയുന്നു, എൻ്റെ പ്രാർത്ഥന നിർമ്മലമത്രേ എന്ന്. അനേകം വിശ്വാസികളിൽ നിന്നും ഇതേ പ്രസ്താവന ഞാൻ കേട്ടിട്ടുണ്ട്. അതെ സുഹൃത്തെ, നാം ആരെങ്കിലും നിർമ്മലമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. ആ കാരണത്താലാണ് ഞാൻ എപ്പോഴും കർത്താവിനോട് പറയുന്നത്, ഞാനിത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാകുന്നു പ്രാർത്ഥിക്കുന്നത് എന്ന്. കാരണം എനിക്കറിയാം ഞാൻ എൻ്റേതായ വഴികളിൽ കൂടി കയറിപ്പോകുവാൻ സാധ്യതയുണ്ട് എന്ന്. ഇയ്യോബ് ചിന്തിച്ചു അവന് അങ്ങനെ പ്രവേശിക്കാമെന്ന്, അവനങ്ങനെ രക്ഷപ്പെടാമെന്ന്. 18 വാക്യത്തിൽ നാം കാണുന്നത്, അയ്യോ ഭൂമിയെ എൻ്റെ രക്തം മൂടരുതേ, എൻ്റെ നിലവിളി എങ്ങും തടഞ്ഞു പോകരുതേ. ഇനിയും ഇയ്യോബ് അതിമഹത്തായ ഭാഷയിൽ നിലവിളിക്കുന്നു. തൻ്റെ രക്തത്തെ മൂടരുത് എന്ന് അവൻ ഭൂമിയോട് പറയുന്നു. ഹാബേലിൻ്റെ രക്തം ദൈവത്തോട് നിലവിളിച്ചെങ്കിൽ തൻ്റെ രക്തം തീർച്ചയായും നിലവിളിക്കുമെന്ന് ഇയ്യോബ് ഉറപ്പായി വിശ്വസിക്കുന്നു. അതേ സുഹൃത്തെ, ദൈവം രക്തം മൂടത്തില്ല. ക്രിസ്തു ചൊരിഞ്ഞ രക്തം ദൈവം കാണുന്നു, പ്രത്യേകിച്ച് നാം അതിനെ നിഷേധിക്കുമ്പോൾ. 19 വാക്യം, ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. ദൈവം നമ്മുടെ എല്ലാം ഒരു രേഖ സൂക്ഷിക്കുന്നു എന്ന് തിരുവചനത്തിൽ ഉടനീളം നമ്മെ പഠിപ്പിക്കുന്നു. അപ്രകാരത്തിലുള്ള ഒരു ആശയത്തെ പുച്ഛിച്ച് തള്ളിക്കളയുന്ന അനേകരെന്നുണ്ട്. അവർ പറയുന്നത്, അങ്ങ് സ്വർഗത്തിലിരുന്നു കൊണ്ട് ഓരോ പുസ്തകം എഴുതി തീർക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാമോ? അതെ സുഹൃത്തെ, ആരാണ് പറഞ്ഞത് ദൈവം പുസ്തകം സൂക്ഷിക്കുന്നെന്ന്? അത് ചെയ്യേണ്ട കാര്യം ദൈവത്തിനില്ല. ഒന്നുമില്ലാത്ത ഈ മനുഷ്യന് കമ്പ്യൂട്ടർ എന്നതുപോലെ ഒരു യന്ത്രം ഉണ്ടാക്കി ഇത്ര അധികം കാര്യങ്ങൾ അതിൽ ശേഖരിക്കാമെങ്കിൽ നമുക്ക് ഊഹിക്കുവാൻ കഴിയുന്നതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ടുള്ള കാര്യം നമ്മുടെ എല്ലാം വിവരം സൂക്ഷിച്ചു വെക്കുവാൻ ദൈവത്തിന് എന്തെങ്കിലും ഉണ്ടാക്കരുതോ? ഇല്ലേ? പലരും തങ്ങളെക്കാൾ ചെറിയ ഒരാളായിട്ടാണ് ദൈവത്തെ കാണുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് നാം പറഞ്ഞതെല്ലാം, നാം ചെയ്തതെല്ലാം, നാം ചിന്തിച്ചതെല്ലാം രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട് എന്നത്രേ. താങ്കളുടെ കാര്യം എനിക്കറിയില്ല, എൻ്റെ കാര്യം പറഞ്ഞാൽ എന്നെക്കുറിച്ച് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് കാണുവാൻ കേൾക്കുവാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. അവയിൽ ചിലത് എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മായ്ച്ചു കളഞ്ഞു എന്നതിനാൽ ഞാൻ സന്തുഷ്ടനാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക.
വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഇരുപതാം വാക്യത്തിൽ നാം കാണുന്നു, എൻ്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു, എൻ്റെ കണ്ണോ ദൈവത്തിങ്കിലേക്ക് കണ്ണുനീർ പൊഴിക്കുന്നു. ആ നിർജ്ജന പ്രദേശത്ത് ഇയ്യോബ് ഇരിക്കുമ്പോഴത്തെ അവൻ്റെ ചിത്രം ഇതത്രേ. അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ സ്നേഹിതന്മാർ അവന് ചുറ്റും നിന്നുകൊണ്ട് അവനെ നോക്കി പരിഹസിക്കുകയും അവനെ ഒരു കപടഭക്തൻ എന്ന് വിളിക്കുകയും ഒരു കള്ളനെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അവർക്കവനെ അറിയില്ല, അവർക്ക് ദൈവത്തെ അറിയില്ല, അവർ അവരെ തന്നെയും അറിയുന്നില്ല. ഒടുവിലത്തെ 2 വാക്യങ്ങളിൽ അവൻ മനുഷ്യന് വേണ്ടി ദൈവത്തോടും മനുഷ്യപുത്രനു വേണ്ടി അവൻ്റെ കൂട്ടുകാരനോടും ന്യായവാദം കഴിക്കും. ചില ആണ്ട് കഴിയുമ്പോഴേക്ക് ഞാൻ മടങ്ങി വരാത്ത പാതയ്ക്ക് പോകേണ്ടി വരുമല്ലോ. ഇവിടെ ഇതാ ഇയ്യോബിൻ്റെ കരച്ചിലുകളിൽ വേറൊന്ന്. നമുക്കൊരു മധ്യസ്ഥനുണ്ട് എന്ന് വിശ്വാസികൾ അറിയുന്നത് എത്ര ആശ്ചര്യകരമാകുന്നു. നമുക്കൊരു വക്കീലുണ്ട്, നമ്മെ ദൈവത്തിൻ്റെ മുൻപാകെ പ്രതിനിധീകരിക്കുന്ന ഒരു അഭിഭാഷകനുണ്ട്. നമുക്ക് വേണ്ടി സകലവും നിർവഹിച്ചു കഴിഞ്ഞു. ദൈവം മുൻപാകെ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരുവനുണ്ട്. അതേ സുഹൃത്തെ, അവിടുന്ന് നമ്മുടെ അഭിഭാഷകനാകുന്നു. അതെ, അതായിത്തീരുവാൻ അവൻ ഓരോ മനുഷ്യനെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും അങ്ങനെ ഒരാൾ നമുക്കിതുവരെ ഉണ്ടായിട്ടില്ല എങ്കിൽ. 17-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ നാം കാണുന്നത്, 1-ാം വാക്യം ഞാൻ വായിക്കാം. എൻ്റെ ശ്വാസം ക്ഷയിച്ചു, എൻ്റെ ആയുസ് കെട്ടുപോകുന്നു, ശ്മശാനം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു. ഇയ്യോബിൻ്റെ വാക്കുകൾ തുടരുകയാണ് 17-ാം അധ്യായത്തിൽ. അവൻ വളരെ ഏറെ രോഗിയായിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ശവക്കുഴി അവനായി ഒരുങ്ങിയിരിക്കുന്നു. ഒരു കാൽ ശവക്കുഴിയിലും മറ്റേ കാൽ പഴത്തൊലിയിലും എന്ന് പറഞ്ഞതുപോലെയാണ്. താൻ മരിക്കുകയാകുന്നു എന്നവൻ കരുതുന്നു. 2-ാം വാക്യത്തിൽ നാം കാണുന്നു, എൻ്റെ അടുക്കെ പരിഹാസമേ ഉള്ളൂ, എൻ്റെ കണ്ണ് അവരുടെ വാക്കാണം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇയ്യോബ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ്റെ സ്നേഹിതന്മാർ ചുറ്റും നിന്ന് പരിഹസിക്കുന്നു. എന്തൊരു ചിത്രമാണിത്! അവനെ ആശ്വസിപ്പിക്കുവാനായി വന്ന ഈ മനുഷ്യർ വാസ്തവത്തിൽ അവനോട് തർക്കിക്കുകയും അവനെ കുറ്റപ്പെടുത്തുകയുമായിരുന്നു. കഠിനഹൃദയരായ വിശ്വാസികളായിരുന്നു കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ പാപികൾക്ക് സഹായമല്ലാത്ത ഒരു സ്ഥിതിയിൽ നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. കഠിനമായ വാക്കുകൾക്ക് അതിൻ്റേതായ സമയമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ദൈവം ഇയ്യോബിനോട് വളരെ കഠിനമായി ഇടപെടും, എന്നാൽ അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ദൈവം അവനെ സഹായിക്കും, അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ പോവുകയാണ്. നമ്മുടെ ദൈവം ശിക്ഷിക്കുന്നവനാണെന്നും അതേസമയം തന്നെ കരുണാസമ്പന്നനും കൃപാലുവും ആകുന്നെന്ന് നാം ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നീ പണയം കൊടുത്തു, എനിക്ക് ജാമ്യമാകണമേ, എന്നോട് കൈയടിപ്പാൻ മറ്റാരുള്ളൂ. ഇയ്യോബ് പറയുന്നത് കുറഞ്ഞത് അവന് ഒന്ന് കൈ കൊടുക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു എന്നത്രേ. 4-5 വാക്യങ്ങൾ വരുമ്പോൾ അവനെ പുകഴ്ത്തുകയേ വേണ്ട എന്നവൻ പറയുന്നു. താൻ തൻ്റെ മരണക്കിടക്കയിലാകുന്നു എന്ന് ഇയ്യോബ് പറയുന്നു. ഇനിയും അവനെ പുകഴ്ത്തുവാൻ യാതൊന്നുമില്ല. പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ലാത്ത ഒരവസ്ഥയിൽ. ഞാൻ ഇനിയും 13-ാം വാക്യം വായിക്കാം. 17-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ഞാനോ പാതാളത്തെ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു, ഇരുട്ടിൽ ഞാൻ എൻ്റെ കിടക്ക വിരിച്ചിരിക്കുന്നു. പട്ടണത്തിന് വെളിയിലെ ചാരക്കൂമ്പാരം വിട്ടുപോകുവാൻ തനിക്ക് കഴിയുമെന്ന് അവൻ ചിന്തിക്കുന്നില്ല. അത് തൻ്റെ മരണക്കിടക്കയാകുന്നു എന്ന് അവൻ ഉറപ്പാക്കി കഴിഞ്ഞു. 14 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ദ്രവത്വത്തോട് നീ എൻ്റെ അപ്പനെന്നും പുഴുവിനോട് നീ എൻ്റെ അമ്മയും സഹോദരിയും എന്നും പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ പ്രത്യാശ എവിടെ? ആർ എൻ്റെ പ്രത്യാശയെ കാണും? അത് പാതാളത്തിൻ്റെ ഓടാമ്പലുകളോളം ഇറങ്ങിപ്പോകുന്നു. പൊടിയിൽ ഒരുപോലെ വിശ്രാമമുണ്ടാകും. തൻ്റെ മാതാപിതാക്കളെക്കാൾ അടുത്തുള്ളത് ദ്രവത്വമാണെന്നവൻ പറയുന്നു. അവൻ്റെ മാതാപിതാക്കൾ അവനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഇപ്പോൾ അവൻ അവരെക്കാൾ അടുത്തു നിൽക്കുന്നത് മരണത്തോടാണ്. വളരെ ക്ഷീണിച്ചും രോഗം പിടിച്ചുമുള്ള അവൻ്റെ ശരീരം പൊടിയിലേക്ക് തിരികെ ചേരുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് അവൻ പറയുന്നത്. ഇനി നമുക്ക് 18-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം.
ശൂഹ്യനായ ബിൽദാദിൻ്റെ 2ാം വട്ട സംവാദമാണ് നാം ഇവിടെ കാണുവാൻ പോകുന്നത്. ഇയ്യോബ് സംസാരിച്ചു കഴിഞ്ഞു 2ാം പ്രാവശ്യം. ഇത് ഒരു തിരിച്ചടി പോലെയാകുന്നു. ഇവിടുത്തെ രസകരമായ കാര്യം എന്തെന്നാൽ ബിൽദാദിന് നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി പുതുതായി ഒന്നും പറയുവാനില്ല. അവനൊരു പാരമ്പര്യവാദിയാകുന്നു എന്ന കാര്യം ഓർക്കുമല്ലോ. അവന് വളരെയേറെ പഴമൊഴികളും സദൃശവാക്യങ്ങളും കയ്യിലുണ്ട്. അത് പണ്ടൊന്ന് ഉപദേശിച്ചത് നാം കണ്ടതാണ്. അവൻ പറയുന്നത് നമുക്കൊന്നും അറിയില്ല, എല്ലാം പഴമക്കാരോട് ചോദിക്കണമെന്നത്രേ, അവരുടെ അന്വേഷണ ഫലം നോക്കണമെന്നത്രേ. ഇവിടെയും അവൻ അത് തന്നെയാണ് ഉപയോഗിക്കുവാൻ പോകുന്നത്. അവൻ പറയുന്നതിൽ ചിലത് നല്ലതാണ്, എന്നാൽ അത് ഇയ്യോബിൻ്റെ പ്രശ്നത്തിന് യാതൊരു വിധത്തിലും സഹായകമല്ല. 18-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നാം വായിച്ചാൽ അവിടെ കാണുന്നത്, അതിന് ശൂഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞു എന്തെന്നാൽ, നിങ്ങൾ എത്രത്തോളം മൊഴികൾക്ക് കുടുക്കുവയ്ക്കും, ബുദ്ധി വെപ്പീൻ, പിന്നെ നമുക്ക് സംസാരിക്കാം. ഞങ്ങളെ മൃഗങ്ങളായി എണ്ണുന്നതും ഞങ്ങൾ നിങ്ങൾക്ക് അശുദ്ധരായി തോന്നുന്നതും എന്ത്? ബിൽദാദ് പറയുന്നത് അതുപോലെ എടുത്തു പറഞ്ഞാൽ, ഇയ്യോബേ, നീ ഒന്നും മിണ്ടാതിരിക്കാമെങ്കിൽ ഞങ്ങൾക്ക് സംസാരിക്കാമായിരുന്നു. നീ സംസാരിക്കുന്നത് നിർത്തിയിട്ട് കേൾക്കാൻ പഠിക്കണം. ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കേണ്ടപ്പോൾ നീ വാസ്തവത്തിൽ ചിലച്ചുകൊണ്ടിരിക്കുകയാണ്, നിന്റെ ഭാഗവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കഷ്ടമെല്ലാം വന്നതിൻ്റെ കാരണം പറഞ്ഞ് മനസ്സിലാക്കുവാൻ നോക്കുമ്പോൾ ഒന്ന് സമ്മതിക്കണ്ടായോ? വാസ്തവത്തിൽ അവരെല്ലാം ഇയ്യോബ് പോലും സംസാരിക്കുന്നതൊന്ന് നിർത്തിയിട്ട് ശ്രദ്ധിക്കണമായിരുന്നു. എന്നാൽ അവർ ഈ പറഞ്ഞ സമയത്ത് ദൈവശബ്ദം കേൾക്കുവാൻ തയ്യാറല്ലായിരുന്നു. തൻ്റെ ശബ്ദം കേൾക്കുവാനായി ദൈവം ഇയ്യോബിനെ ഒരുക്കുകയായിരുന്നു. പിന്നീട് അവൻ ശ്രദ്ധിക്കും. ഇപ്പോൾ എല്ലാവരും സംസാരിക്കുവാൻ ധൃതി കൂട്ടുകയാണ്. ബിൽദാദ് ഇയ്യോബിനോട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് അവൻ അവരെ പുച്ഛത്തോടെ കാണുന്നത്? എന്തുകൊണ്ട് അവർ അവൻ്റെ കാഴ്ചയിൽ മോശമായിരിക്കുന്നു? അതിൻ്റെ ഉത്തരം വ്യക്തമാണല്ലോ. അവർ ഇയ്യോബിനെ നോക്കിയത് ഈ പറഞ്ഞതുപോലെ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ അവസരത്തിൽ അവർക്ക് തമ്മിൽ ഒരു അകൽച്ച നാം കാണുന്നത്. ഈ വാദപ്രതിവാദത്തിൻ്റെ സമയത്ത് അവർ അന്യോന്യം തുറിച്ചു നോക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. അവൻ്റെ സ്നേഹിതരായി ഇയ്യോബിൻ്റെ അടുത്ത് വന്ന ഈ പുരുഷന്മാർ അവൻ്റെ സ്നേഹിതന്മാരല്ലാത്ത ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. 4-ാം വാക്യത്തിൽ, കോപത്തിൽ തന്നെത്താൻ കടിച്ചു കീറുന്നവനെ, നിന്റെ നിമിത്തം ഭൂമി നിർജ്ജനമായി തീരണമോ? പാറ അതിൻ്റെ സ്ഥലം വിട്ടുമാറണമോ? ഈ പ്രപഞ്ചം നിനക്ക് ചേരുന്നത് പോലെ ദൈവം ഓടിക്കുവാൻ പോകുന്നു എന്നാണോ നീ കരുതുന്നത് എന്ന് ബിൽദാദ് ചോദിക്കുന്നു. ബിൽദാദ് ഒരു പാരമ്പര്യവാദിയാകുന്നു എന്ന കാര്യം ഓർക്കുമല്ലോ. അവൻ പഴയ കാര്യങ്ങളിലാണ് ആശ്രയിക്കുന്നത്. അവൻ്റെ ചിന്ത കഴിഞ്ഞ കാലങ്ങളിൽ സത്യമായിരുന്നതെന്തും ഇന്നും നല്ലതായിരിക്കും എന്നത്രേ. അതാണ് അവൻ ഉപയോഗിക്കുന്ന മാർഗം. ഇയ്യോബേ, നിനക്കൊരല്പം വിവരം കാണിക്കരുതോ? അങ്ങനെ നാം ഇവിടെ ഒരു ധാരണയിൽ എത്തുവാൻ ഞങ്ങളോട് നീ കാണിക്കുന്ന പുച്ഛവും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളോട് നിനക്കുള്ള എതിർപ്പും നീ ഇപ്പോൾ ആയിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നും നിന്നെ മോചിപ്പിക്കുമെന്നാണോ നീ ചിന്തിക്കുന്നത്? നല്ല ചോദ്യമല്ലേ? 5-ാം വാക്യം, ദുഷ്ടന്മാരുടെ വെളിച്ചം കെട്ടുപോകും, അവൻ്റെ അഗ്നിജ്വാല പ്രകാശിക്കുകയില്ല. ഇതിനേക്കാൾ സത്യമായിട്ട് എന്ത് സംസാരിക്കുവാനാണ്? എന്നാൽ ഇത് ഇയ്യോബിന് പ്രയോജനപ്പെടുന്നതല്ല. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഇയ്യോബേ, നീ ഒരു മീൻ വലയിൽ അകപ്പെട്ടിരിക്കുന്നത് പോലെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തതിനാലല്ല, ഞങ്ങൾ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഇവിടെ വന്നിരിക്കുന്നത് നിന്നെ സഹായിക്കണമെന്നുള്ള ഒരൊറ്റ ചിന്ത കൊണ്ടാണ്. എന്നാൽ നീ ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. നീ സകലത്തിനും എതിർക്കുകയാണല്ലോ. നീ ഈ സ്ഥിതിയിലായിരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ഏതോ രഹസ്യ പാപമുണ്ട് ആയതിനാലാണ്. നീ ഒരു കുരുക്കിലേക്ക് നടന്നു കയറിയിരിക്കുകയാണ് ഇയ്യോബേ. നീ നിന്നെ തന്നെ വലയിലാക്കിയിരിക്കുകയാണ് ഇയ്യോബേ. 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ പറയുകയാണ്, നീ ഒരു കുടുക്കിലകപ്പെടും. ഒരു കടുവ കുടുക്കിലകപ്പെടുന്നത് പോലെ നീ പിടിക്കപ്പെടും. കാരണം നീ ഇരയെ പിടിക്കുവാൻ ചുറ്റി നടക്കുകയായിരുന്നു. അത് സത്യമല്ല എങ്കിൽ നീ പിടിക്കപ്പെടുകയില്ലായിരുന്നു. ബിൽദാദ് ഈ ചെറിയ ചെറിയ പരിഹാസങ്ങൾ പറഞ്ഞ് കാര്യം നേരെയാക്കുവാൻ ശ്രമിക്കുകയാണ്. ചെറിയ ചെറിയ പരിഹാരങ്ങൾ അവൻ പറയുന്നുണ്ട്. ആദ്യം തെളിവെല്ലാം ശേഖരിക്കുക, എന്നിട്ട് നീ ഉപസംഹാരത്തിലേക്ക് വരിക. അങ്ങനെ പരിഹാരം വരുമെന്ന്. എന്നാൽ ജീവിതം വാസ്തവത്തിൽ അങ്ങനെയല്ല. ഒരു കാര്യം ചില തെറ്റായ പ്രമേയം കൊണ്ട് ആരംഭിക്കുന്നത് ജീവിതത്തിൽ എളുപ്പമാണ്. പ്രമേയം ശരിയാകുന്നെങ്കിൽ ഒരാൾക്ക് നല്ല ഒരു പരിഹാരവുമായി വരാവുന്നതാണ്. അല്ല എങ്കിൽ ഒടുവും തെറ്റാകാനാണ് വഴി. ഈ സ്നേഹിതന്മാരെല്ലാം അവരവരുടെ രൂപരേഖ കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവർ അതിനുപയോഗിക്കുന്നത് തെറ്റായ പ്രമേയമാകുന്നു. ബിൽദാദ് വളരെ കർക്കശമായ ഒരു നിയമവുമായി വരുന്നു. അവൻ അതിൽ പറയുന്നത് ഇയ്യോബ് ഒരു കുടുക്കിൽ കയറി എന്നാണ്. അത് അവൻ്റെ തന്നെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്, അതല്ലാതെ വേറൊന്നാകുവാൻ സാധ്യതയില്ല എന്നത്രേ അവൻ പറയുന്നത്.
11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അവൻ പറയുന്നത് രോഗം ദുഷ്ടന്മാരുടെ ശരീരത്തെ തിന്നുകളയുമെന്നാണ്. ദൈവത്തിൻ്റെ അഗ്നി അവൻ്റെ നിവാസം നശിപ്പിക്കും. അവൻ്റെ പേര് ഭൂമിയിൽ നിന്നും മായ്ച്ചു കളയും. അവൻ്റെ കുടുംബം നശിക്കും. അവന് മകനോ കൊച്ചുമകനോ ഉണ്ടായിരിക്കുകയില്ല എന്ന്. അവൻ്റെ നാശം വരുവാനുള്ള തലമുറയ്ക്ക് അത്ഭുതമായിരിക്കും. ഈ പറഞ്ഞതെല്ലാം ദുഷ്ടന്മാരെ സംബന്ധിച്ച് സത്യമാണ്. എന്നാൽ ഇത് ഇയ്യോബിനെ ബാധിക്കുന്ന കാര്യമല്ല. ഒരു പ്രസ്താവന തികച്ചും സത്യമായിരിക്കും, എന്നാലും ഒരു വ്യക്തിയുടെ സാഹചര്യത്തിൽ ഒട്ടും ബാധിക്കുന്നതായിരിക്കില്ല. പൊതുവായ സത്യം എന്നാൽ അത് ആ വ്യക്തിയെ ബാധിക്കുന്നില്ല. ഈ സ്നേഹിതന്മാർ ഇയ്യോബിനെ ഉപദേശിക്കുവാൻ ശ്രമിക്കുന്നു, എന്നാൽ അത് ചെയ്യുവാൻ അവർക്ക് സാധിക്കില്ല. ബിൽദാദ് പറയുന്നത് ദുഷ്ടന്മാർ ശിക്ഷിക്കപ്പെടുവാൻ പോവുകയാണെന്നത്രേ. ദുഷ്ടന്മാരെ നീക്കിക്കളയും. അത് വാസ്തവമാണ്. നമ്മുടെ കാലത്ത് തന്നെ ശ്രദ്ധിക്കൂ. ലോകത്തെ കിടുകിട വിറപ്പിച്ച ആയിരങ്ങളെ കൊന്നൊടുക്കിയ ഓരോരുത്തർ രക്ഷയ്ക്കായി അറ അന്വേഷിച്ച ചരിത്രം എല്ലാവർക്കും അറിയാം. അവർ ജീവിച്ചതുപോലെ അവർ മരിച്ചു. ബിൽദാദ് പറഞ്ഞത് വാസ്തവമാണെങ്കിൽ തന്നെ ഇയ്യോബ് ഈ പറഞ്ഞതുപോലുള്ള ഒരു മനുഷ്യനല്ല എന്നതാണ് വാസ്തവം. നാം ഇനിയും 21 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് നീതികെട്ടവൻ്റെ വാസസ്ഥലം എങ്ങനെയാകുന്നു, ദൈവത്തെ അറിയാത്തവൻ്റെ ഇടം ഇവണ്ണം തന്നെ. ഇവിടെ ബിൽദാദ് ദുഷ്ടന്മാരുടെ ഒരു വിശദീകരണം നൽകുന്നത് നാം കാണുന്നു. ദുഷ്ടന്മാരുടെ സ്ഥിതിയും അവസാനവും അവൻ കാണിക്കുന്നു. അവൻ ഇയ്യോബിനെയും ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് പറയുന്നത് അവൻ അവൻ്റെ അവസാനത്തോടടുത്തു എന്നത്രേ. അവൻ പറയുന്നു, ഇതാണ് ആ വഴി ഇയ്യോബേ. ആ വിവരണം നിനക്ക് ചേരുന്നത് തന്നെയാണ്. തീർച്ചയായും ഒരാൾ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ഈ വിവരണത്തിന് ഇയ്യോബ് യോജിക്കുന്ന വ്യക്തിയാകുന്നു എന്ന് സമ്മതിക്കും. ഇന്ന് അനേകം വിശുദ്ധന്മാരെയും പലരും അളക്കുന്നത് ഈ അളവുകോലിനാലാകുന്നു. ഇയ്യോബിന് സംഭവിച്ചത് മറ്റെന്തെങ്കിലും കാരണത്താലാകാം എന്ന് അവർ വിശ്വസിച്ചതേയില്ല. അവർ വിശ്വസിച്ചത് അവൻ ദുഷ്ടനാണ്, അവൻ ഏതോ രഹസ്യപാപം സൂക്ഷിക്കുന്നു, അതല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. അവൻ്റെ കഷ്ടതയ്ക്ക് വേറെ ഒരു വിശദീകരണവും അവർ അംഗീകരിക്കുകയില്ല. ബിൽദാദിൻ്റെ രണ്ടാമത്തെ സംവാദം ആദ്യത്തേതിൽ നിന്നും യഥാർത്ഥത്തിൽ വ്യത്യസ്തമല്ല എന്ന് നാം കണ്ടു. ഒരു വ്യത്യാസമുള്ളത് എന്തെന്നാൽ എലീഫസിൻ്റെ രണ്ടാമത്തെ സംവാദം പോലെ കൂടുതൽ കൊള്ളിവാക്കുകൾ ഉപയോഗിച്ചും ക്രൂരമായ പ്രയോഗങ്ങളാലും അവർ ഇയ്യോബിനെ കശക്കുവാൻ ശ്രമിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇയ്യോബ് അവർക്ക് മറുപടി കൊടുക്കുമ്പോൾ അവൻ പറയുവാൻ പോകുന്നത്, ദൈവം എന്നെ തൻ്റെ വലയിൽ കുടുക്കിയിട്ട് അവൻ്റെ പ്രവർത്തനത്തെ വിശദീകരിക്കാതെ പോയി എന്നുള്ള വിഷയത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കില്ലേ? അതിനൊരു വിശദീകരണം ആവശ്യമാണ്, എന്നാൽ നിങ്ങളുടെ വിശദീകരണം ശരിയല്ല എന്നത്രേ. മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കാതെ വരുമ്പോൾ ആ അനുഭവം എത്ര ഭയങ്കരമാകുന്നു. ഇയ്യോബിൻ്റെ സ്നേഹിതർ അങ്ങനെയുള്ളവരായിരുന്നു. എന്നാൽ നമ്മുടെ ദൈവം സകല ആശ്വാസങ്ങളുടെയും ഉറവിടമാകുന്നു. അവനിൽ ആശ്രയിക്കുന്ന ഏതൊരാളും ആശ്വാസം കണ്ടെത്തുക തന്നെ ചെയ്യും. സുഹൃത്തെ, താങ്കൾക്ക് അവനിൽ ആശ്രയിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണണം.